ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും നാം ദൈവവചനം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രിയ ക്രിസ്പിനച്ചൻ്റെ ക്രിസ്ത്യാനിയാകാൻ വിശ്വാസ സ്നാനം ആവശ്യമോ എന്ന ടൈറ്റിലിൽ നമ്മൾ പ്രസിദ്ധീകരിച്ച വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നത്. ആ കമൻറ്റുകളിൽ ഒത്തിരി പ്രധാനപ്പെട്ട കമൻറ്റുകൾ മുങ്ങിയുള്ള സ്നാനം ആവശ്യമില്ല, തളിക്കുകയോ കഴുകുകയോ ആണ് വേണ്ടത് എന്ന രീതിയിലായിരുന്നു. ചിലർ വെല്ലുവിളിച്ചു, മുങ്ങിയുള്ള സ്നാനം ബൈബിളിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്പിനച്ചൻ്റെ ആ വീഡിയോ വിശ്വാസ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്ത് വിശ്വസിക്കണം? യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി കുന്നിൽ എനിക്ക് വേണ്ടി യാഗം ചെയ്തു. ആ യാഗം എൻ്റെ പാപത്തിന് പരിഹാരമാണ്. എൻ്റെ ഒരു പുണ്യമോ എൻ്റെ ഒരു പ്രവൃത്തിയോ ഇനി പാപപരിഹാരത്തിന് ആവശ്യമില്ല. മറിച്ച് യേശുവിൻ്റെ യാഗത്താൽ എനിക്ക് പാപപരിഹാരം ദൈവം തരും എന്ന നീതീകരണ ശാസ്ത്രത്തിൽ ഒരു വ്യക്തി വിശ്വസിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അതിനാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ബൈബിളിൽ മാനസാന്തര സ്നാനമുണ്ട്, എന്നാൽ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണ്. അങ്ങനെ വരുമ്പോൾ വിശ്വസിക്കുവാൻ പ്രാപ്തിയുള്ളവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ശിശുസ്നാനവുമില്ല, മുതിർന്ന സ്നാനവുമില്ല, മറിച്ച് വിശ്വാസ സ്നാനമാണുള്ളത്. എന്നാൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരൊറ്റ കമൻറ്റ് പോലും ആരും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആ വിഷയം മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം അവഗണിച്ചതാണോ എന്നെനിക്കറിയില്ല. കമൻറ്റിട്ട പ്രിയമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം ഞാൻ ഒരിക്കലും ദൈവവചനം ഉപയോഗിച്ച് തർക്കിക്കാനും വാദിക്കാനും ഇരിക്കുന്ന ആളല്ല. വചനം ഇന്നതെന്ന് തെളിഞ്ഞാൽ, എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് പൂർണ്ണമായും അനുസരിക്കാൻ തയ്യാറുള്ള മനസ്സോടെയാണ് വചനം വായിക്കുകയും വചനം പഠിക്കുകയും ഓരോരുത്തരുടെ വാദങ്ങളെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. വചനം വായിക്കുന്ന ഒരു വ്യക്തി മഴ പെയ്യുമ്പോൾ ഒരു ഭവനത്തിലിരിക്കുന്ന ഒരു കുട്ടിയെപ്പോലെയാണ്. ഞാൻ വ്യക്തമാക്കാം. നല്ല ടെറസ് വീട്ടിൽ, നല്ല ഭദ്രതയുള്ള ഒരു വീട്ടിൽ ഒരു കുഞ്ഞിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്താൽ അവൻ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആ മഴയെ കാണാനിടയാവും. എന്നാൽ ഒരു ഓടിട്ട വീട്ടിൽ, ചോരുന്ന ഒരു ഓടിട്ട വീട്ടിലാണ് ഒരു കുട്ടി ഇരിക്കുന്നതെങ്കിൽ അവന് സമാധാനത്തോടെ മഴ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. കാരണം പെയ്യുന്ന മഴ അവൻ്റെ ബുക്ക് നനയ്ക്കുമോ, അവൻ്റെ ചോറിൻ കലത്തിൽ വീഴുമോ, അവൻ്റെ അടുക്കളയിൽ വീഴുമോ, ഇങ്ങനെയുള്ള പല ചിന്തകൾ അവൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് മഴ ആസ്വദിക്കാൻ അവന് സാധിക്കുകയില്ല. അപ്പോൾ ഒരു മഴ രണ്ട് രീതിയിലാണ്, രണ്ട് സാഹചര്യത്തിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത്. ഇതുപോലെയാണ് ദൈവവചനം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ വിശ്വാസ മണ്ഡലത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കാണ് ദൈവവചനം, പ്രത്യേകിച്ച് പുതിയ നിയമം പഠിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പഠിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് അംഗീകരിച്ച്, യേശുവിനെ ദൈവമായി അംഗീകരിച്ച്, ഒപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ വചനം നൽകിയതെന്ന് വിശ്വസിച്ച് ഈ പരിശുദ്ധാത്മാവിൽ അത് വായിക്കാൻ ശ്രമിക്കുകയും പ്രാർത്ഥനയോടെ ദൈവാത്മാവിൽ ഇത് ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം.
അങ്ങനെയുള്ളവർക്ക് മാത്രമേ വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇന്ന് എന്നോട് പ്രധാനമായും ചോദിച്ച ഒരു സംശയത്തിൻ്റെ ഒരു ചെറിയ മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സംശയം ഇതാണ്: വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടതായി എവിടെയെങ്കിലും ബൈബിളിൽ പറയുന്നുണ്ടോ? അത് ഡയറക്റ്റായി അങ്ങനെ പറയുന്നുണ്ടോ എന്നായിരിക്കാം ചോദിച്ചത്. എങ്കിലും ഞാൻ ബൈബിളിലെ സ്നാനങ്ങളെക്കുറിച്ച് ഇന്നൊരു ദിവസം ഒരു സ്നാനം മാത്രം ചിന്തിക്കുന്നുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സ്നാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ സ്നാനമാണ് നമുക്ക് എന്തായിട്ടുള്ളത്? മാതൃകയായിട്ടുള്ളത്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്നാനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ മത്തായി സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിലാണ് യേശുക്രിസ്തു സ്നാനപ്പെടുന്ന കാര്യം പറയുന്നത്. 3-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, പക്ഷേ സ്നാനം കഴിഞ്ഞ് യേശു ചെയ്ത കാര്യം മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ഇവിടെ നാം കാണുന്നത് യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ കണ്ടോ, യേശു ചെയ്ത മാതൃക എന്താണ്? വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. അതെ, യോർദാൻ്റെ കരയിൽ യേശു ചെന്ന് യോർദാൻ്റെ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചത്. അപ്പോൾ യോഹന്നാൻ എങ്ങനെയായിരിക്കും സ്നാനപ്പെടുത്തിയത്? ഇപ്പോൾ യേശു എവിടെയാണ്? യോർദാൻ്റെ വെള്ളത്തിലാണ്. സ്ഥാപകനായ യോഹന്നാൻ എവിടെയാണ്? വെള്ളത്തിലാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും യോർദാൻ നദിയിലെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഈ രണ്ടുപേരും സ്നാനപ്പെടാൻ വന്നയാളും സ്നാനപ്പെടുത്തുന്നയാളും വെള്ളത്തിലിറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് യോഹന്നാൻ എങ്ങനെയായിരിക്കും സ്നാനപ്പെടുത്തിയിട്ടുണ്ടാകുക? കുറച്ച് വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കുകയായിരിക്കുമോ ചെയ്തത്? അതോ കുറച്ച് വെള്ളം എവിടെയെങ്കിലും കഴുകുക മാത്രമാണോ ചെയ്തത്? പല വാദങ്ങളും ഞാൻ കമൻറ്റുകളിൽ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ നമുക്കറിയാം, യോർദാൻ നദിയിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി കാലുകൾ നനയും, മുട്ടുകൾ നനയും, അരയൊക്കെ നനയും. അല്ലാതെ തല മാത്രമല്ല നനയുന്നത്. അതുമാത്രമല്ല, തലയിൽ അല്പം വെള്ളമൊഴിക്കാനാണെങ്കിൽ വെള്ളത്തിലിറങ്ങേണ്ട കാര്യമില്ല. യോഹന്നാന് ആ പുഴയിലേക്ക് ഇറങ്ങി കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ കോരി കരയിൽ നിൽക്കുന്ന യേശുവിൻ്റെ തലയിൽ ഒഴിച്ചാൽ മതി. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങണം. അവിടെ ഇത് ഒരു മാതൃകയാണ്. യേശു അതിനെക്കുറിച്ച് പറഞ്ഞത് സകല നീതിയും പൂർത്തിയാകണമെന്നാണ്. അപ്പോൾ ഇതൊരു നീതിയാണ്. എന്താണ്? വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നത് ഒരു നീതിയാണ്. ഇതൊരു മാതൃകയാണ്. ഇതൊരു പൂർത്തീകരണമാണ്. യേശു സ്നാനപ്പെട്ടത് വെള്ളത്തിലിറങ്ങിയാണ്. സ്നാനപ്പെടുത്തിയ യോഹന്നാനും വെള്ളത്തിലിറങ്ങി യോർദാൻ നദിയിൽ വെള്ളത്തിലിറങ്ങിയാണ് യേശുവിനെ സ്നാനപ്പെടുത്തിയത്. അപ്പോൾ വെള്ളത്തിലിറങ്ങിയുള്ള സ്നാനം വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതാണ്. അതെ, വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാനപ്പെടേണ്ടത്. ആരൊക്കെ വെള്ളത്തിലിറങ്ങണം? രണ്ടു കൂട്ടരും. അതായത് സ്നാനപ്പെടുന്നവനും സ്നാനപ്പെടുത്തുന്നവനും വെള്ളത്തിലിറങ്ങണം. എന്നിട്ട് സ്നാനപ്പെടണം. ഒരിക്കലും തലയിൽ കുറച്ച് വെള്ളമൊഴിക്കാനാണെങ്കിൽ ഒരിക്കലും എന്താവശ്യമില്ല, നമുക്കൊരിക്കലും പുഴയിലിറങ്ങേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് കോരി ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ വെള്ളം ഒഴിക്കുക, തലയിൽ വെള്ളമൊഴിക്കുക എന്ന വാദം അവിടെ തകരുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആ വചനം ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് അപ്പസ്തോല പ്രവൃത്തിയിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ഇതാ ഷണ്ഡനോട് സുവിശേഷം പറയുമ്പോൾ, ഈ ഷണ്ഡൻ ആരാണ്? അദ്ദേഹം ഒരു മന്ത്രിയാണ്. ആ മന്ത്രി
അദ്ദേഹത്തിൻ്റെ രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ പീലിപ്പോസ് ആ രഥത്തോട് ചേർന്ന് നടക്കുകയും അദ്ദേഹം വായിച്ച യെശയ്യാപ്രവചൻ്റെ പുസ്തകത്തിൽ നിന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയും പിന്നീട് എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചു. സുവിശേഷം പറഞ്ഞപ്പോൾ ഈ ഷണ്ഡൻ ചോദിക്കുകയാണ്, ഈ മന്ത്രി ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഒരു സ്ഥലത്ത് വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു, അങ്ങനെ വചനം പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പോൾ സുവിശേഷത്തിൽ എന്തുണ്ട്? സ്നാനമുണ്ട്. അതുകൊണ്ടാണ് സ്നാനപ്പെടുന്ന കാര്യം ആര് പറഞ്ഞത്? ഷണ്ഡൻ പറഞ്ഞത്. കാരണം പീലിപ്പോസ് ഈ ഷണ്ഡനോട് എന്തു പറഞ്ഞു? സുവിശേഷം പറഞ്ഞപ്പോൾ സ്നാനപ്പെടണമെന്നും പറഞ്ഞു, അത് വെള്ളത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതാ വെള്ളം, സ്നാനപ്പെടുത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ച് രണ്ടുപേരും രഥത്തിൽ നിന്നിറങ്ങി വെള്ളത്തിൽ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട ഉടനെ പിന്നെ പീലിപ്പോസിനെ കണ്ടില്ല താനും. അപ്പോൾ ഇവിടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു മന്ത്രിയുടെ കയ്യിൽ കുറച്ച് വെള്ളം, ഒരു പാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളമെങ്കിലും കാണും. തീർച്ചയായും വെള്ളം തലയിൽ ഒഴിക്കുന്ന സ്നാനമായിരുന്നെങ്കിൽ ആ ഷണ്ഡൻ എന്തു പറഞ്ഞേനെ? എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, നീ എൻ്റെ തലയിൽ വെള്ളമൊഴിച്ച് സ്നാനപ്പെടുത്തിയാൽ മതി, പെട്ടെന്ന് എന്നെ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞേനെ. പക്ഷേ തീർച്ചയായും രഥത്തിൽ യാത്ര ചെയ്യുന്ന ആ മന്ത്രി, കൂടെ അനേകം പേരുണ്ട്, അവരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം തീർച്ചയായും അവരുടെ കയ്യിൽ കാണും. പക്ഷേ ആ വെള്ളമല്ല അവരുപയോഗിച്ചത്, മറിച്ച് വെള്ളമുള്ളൊരു സ്ഥലത്ത് ചെന്ന് അവിടെ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഈ രണ്ട് ഉദാഹരണങ്ങളും, യേശുവിൻ്റെ മാതൃകയും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മാതൃകയും നമുക്ക് അനുകരിക്കാവുന്നതാണ്. തീർച്ചയായും ഈ കമൻ്റ് പറഞ്ഞ പ്രിയമുള്ളവർ ഈ വചനഭാഗങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. നമുക്ക് തുടർന്നും ഈ കാര്യങ്ങൾ ചിന്തിക്കാം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഈ മെയിൻ വിഷയം, ഇത് സെക്കൻഡറി വിഷയമാണ്, എങ്ങനെ സ്നാനപ്പെടണം എന്നുള്ളത്, ആര് സ്നാനപ്പെടണം എന്നുള്ളതാണ് ഫസ്റ്റ് വിഷയം. എന്താണ്? സ്നാനപ്പെടേണ്ടത് വിശ്വസിക്കുന്നവരാണ്, വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഒരു ശിശുവിന് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അവന് വിശ്വസിക്കാൻ പ്രായമായിട്ടില്ല. അപ്പോൾ ആരാണ് സ്നാനപ്പെടേണ്ടത്? പ്രായമുള്ളവരോ ശിശുക്കളെയോ സ്നാനപ്പെടുത്തുന്ന രീതി പെന്തക്കോസ്തിലില്ല. പെന്തക്കോസ്ത് രീതി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. എന്ത് വിശ്വസിക്കുന്നവരെ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, യേശുവിനെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തുന്ന വിശ്വാസ സ്നാനമാണ് പെന്തക്കോസ്ത് രീതി. അതാണ് ദൈവവചന അടിസ്ഥാനവും. അതുകൊണ്ട് ആ രീതിയിൽ സ്നാനത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. കമൻറ്റുകളിട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും സത്യം തിരിച്ചറിയാൻ പഠിക്കണം. വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നത് ഒട്ടും യുക്തമല്ല. നമ്മൾ എൻ്റെ ജീവിതത്തിൽ വചനം സത്യമെങ്കിൽ അതനുസരിക്കും എന്ന ചിന്തയോടെ, പ്രാർത്ഥനയോടെ നമ്മൾ വചനം പഠിക്കുക. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും ഒന്നിച്ച് സഹായിക്കട്ടെ.